وصحبه أجمعين والحمد لله رب العالمين. ബാബു അപ്പം ബാബു ഇളത്തിൽ ഇമാമി നിസാ എന്ന് പറഞ്ഞല്ലോ. വഴന്ന് പറഞ്ഞു കൊടുക്കാന്ന് പെണ്ണുങ്ങൾക്ക് വഴന്ന് പറഞ്ഞു കൊടുക്കും. പെണ്ണുങ്ങൾ സ്വീകരിക്കുന്നതിൽ അത്യാർത്ഥിയുള്ളവരാകണം എന്ന് പിന്നെ അടുത്ത ബാബു കൊണ്ടുവരുന്നതിന് നല്ല യോജിപ്പുണ്ട് മഹാനായ ഇമാം ബുഖാരി തങ്ങൾക്ക്. ബാബുൽ ഹിർസി അലൽ ഹദീസ്, ഹദീസിന്റെ മേൽ അത്യാർത്ഥി എന്ന് പറഞ്ഞാൽ അലാ തഹ്സീൽ ഹദീസ്, ഹദീസിനെ ഹാസിലാക്കുന്നതിന്റെ മേലുള്ള അത്യാർത്ഥി എന്നാണ് പറഞ്ഞതിന്റെ മാന. حدثنا عبد العزيز بن عبد الله أنه قال حدثني سليمان عن عمرو بن أبي عمرو عن سعيد بن أبي سعيد المقبري عن أبي هريرة رضي الله تعالى عنه أنه قال قيل يا رسول الله قلنا لنبي ചോദിക്കപ്പെട്ടു യാ റസൂലല്ലാഹ് മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ വെച്ച് അങ്ങയുടെ റെക്കമെന്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ വിജയിക്കുന്നവർ ആരാ? തങ്ങളുടെ റെക്കമെന്റ് കൊണ്ട് ഏറ്റവും വിജയിക്കുന്നവർ ആരാണ് എന്ന് ആര് ചോദിച്ചു? റസൂലിനോട് ചോദിക്കപ്പെട്ടപ്പം നബി ഹുറൈറത്ത് അന്നഹു ഖാല ഖീല യാ റസൂൽ അല്ല അബൂ ഹുറൈറ എന്നെ ചോദിച്ചെന്ന് മനസ്സിലാവും. പിന്നെ ബാക്കിയെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞു ലഖദ് ളനന്തു യാ അബാ ഹുറൈറ, ഞാൻ ഭാവിച്ചിട്ടുണ്ട് അല്ലാ യസ്അലനി അൻ ഹാദൽ ഹദീസ് അഹദുൻ അവ്വല മിൻകാദ്, നിന്നേക്കാൾ ആദ്യം വേറെ ആരും ഇത് എന്നോട് ചോദിക്കരുത് എനിക്കൊരു തന്നുണ്ടായിരുന്നു. കാരണം ലിമാ റഅയ്തു, ഞാൻ കണ്ട ഒന്നിനു വേണ്ടി മിൻ ഹിർസിക അലൽ ഹദീസ്, നിങ്ങൾ ഹദീസിന്റെ മേൽ വലിയ അത്യാർത്ഥിയുള്ള ആളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് ഞാൻ തന്നെ ചെയ്തു. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര കാര്യമായി അബൂ ഹുറൈറയോട്. കാരണം എന്താ? പഠിച്ച നല്ല വിദ്യാർത്ഥിയാണ്, പഠിക്കുന്നതിന്റെ മേലെ അത്യാർത്ഥിയുള്ള ആളാണ്, കറങ്ങുന്നതിന്റെ മേലല്ല. എന്താ മഖ്സൂദ്? കറങ്ങുന്നതിന്റെ മേലെ അത്യാർത്ഥിയല്ല, ഹദീസ് കേൾക്കാനും ഹദീസ് പഠിക്കാനും അത്യാർത്ഥി ഉണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങളായിരിക്കണം എന്നോട് ആ ചോദ്യം ചോദിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ ഇനി വിഷയം പറയാം. അസ്അദുന്നാസി ബിശഫാഅതി, എന്റെ റെക്കമെന്റ് കൊണ്ട് ഏറ്റവും വിജയിച്ചവരാകുന്നത് യൗമൽ ഖിയാമയിൽ വിജയിച്ചവർ ആരാണ്? എടാ ആരാണ്? മൻ ഖാല, പറഞ്ഞവരാണ്. എടാ എന്തു പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്. എങ്ങനെ പറയണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്? അങ്ങനെയല്ല. എന്താ പിന്നെങ്ങനെ പറയണം? ഖാലിസൻ മിൻ ഖൽബിഹി, അവിടെയാണ്. എന്താ? കൽബിൽ നിന്നും നിർഗളിച്ചെന്ന് വരട്ടെ, കൽബിൽ നിന്നും രൂഢമായ വിശ്വാസത്തിനാലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് വരട്ടെ. അങ്ങനെ നമ്മുടെ കൽബിൽ നിന്ന് എല്ലാരും ചെല്ലുന്നു, നമ്മളും ചെല്ലുന്നു, അതല്ല അങ്ങനെ പറയാം. അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞത് ഔമിൻ നഫ്സീന. എന്താ ഈ ഹദീസിനെ പിന്നെയും കൊണ്ടുവരുന്നുണ്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കിതാബ് റിഖാഖ് സിഫത്തുൽ ജന്നത്തി വന്നാർ.
അവിടെ ഖീലന്നല്ല, അവിടെ ഖാല എന്നല്ല, ഖുൽതു തന്നെയാണ്. حدثنا قتيبة بن سعيد حدثنا إسماعيل 6570 حدثنا إسماعيل بن جعفر عن عمرو عن سعيد بن أبي سعيد المقبوري عن أبي هريرة رضي الله عنه أنه قال قلت يا رسول الله. അല്ല, അപ്പൊ ഇവിടെ ഖീലന ചോദിക്കപ്പെട്ടു യാ റസൂലല്ലാഹ്, അവിടെ ഖുൽതു എന്നാണ്. കണ്ടാ, ഞാൻ തന്നെ ചോദിച്ചു പുന്നാര നബിയെ, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ. قال لقد ظننت يا أبا هريرة أن لا يسألني عن هذا الحديث أحد أول منك كان لما رأيت من حرصك على الحديث. കണ്ടോ, ബാബുൽ ഹിർസി അലൽ ഹദീസ് അലാ തഹ്സീരിൽ ഹദീസ്. തിരിഞ്ഞോ, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖിബലി നഫ്സിഹി എന്നാണ് അവിടെയുള്ള ഹദീസ്. മിൻ ഇവിടെയുള്ളതോ മിൻ ഖൽബിഹി എന്നോ ഔ നഫ്സിഹി എന്നോ ആണ് ഇവിടെയുള്ള ഹദീസ്. അവിടെയുള്ളത് മിൻ ഖിബലി നഫ്സിഹി എന്ന്. രണ്ടും തമ്മിൽ യോജിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഏടാ, അവന്റെ നഫ്സിന്റെ, അവന്റെ ഖൽബിന്റെ ഭാഗത്ത് നിന്നും രൂഢമൂലമായ രീതിയിൽ അതിങ്ങോട്ട് വരണം. കണ്ടാ, തിരിഞ്ഞ ബാബുൽ ഇർസി അലാ തഹ്സീരിൽ ഹദീസ്. അൽ ഹദീസ് എങ്ങനത്തെ മുദാഫി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അതിന്റെ അർത്ഥം. وبالسند المتصل إلى المؤلف رحمه الله حدثنا عبد العزيز بن لا إله إلا الله مع قوله محمد رسول الله. കണ്ടാ, തിരിഞ്ഞാ വേറെ ലായിലായില്ലെന്ന്. ലായിലായില്ലെന്ന് പറഞ്ഞാൽ തന്നെ മറ്റേ ഒന്ന് എന്താണ്, ഇൽത്തിസാമിയ ദലാലത്ത് നമ്മൾ പഠിച്ചവരല്ലേ. ലായിലായില്ലെന്ന് പറയുമ്പോൾ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി വന്നു പോകും കൂടെ. ലാസിം ബയ്യും ബിൻ മാനൽ അഹസാണ്, അഹമ്മല്ല. അവല മിങ്ക അല്ല ലിമാ റായിത്തു, ഞാൻ കണ്ട ഒരു കാര്യത്തിന് വേണ്ടി, റായിത്തു എന്നൊക്കെ ഉണ്ടായിരുന്നു, മിൻ ഹിർസിക അലൽ ഹദീസ് എന്ന്, അല്ലെങ്കിൽ ലൗലി റുയത്തി ബഅദ ഹിർസിക എന്ന് പറയാം. മിൻ ഹിർസിക മിൻ ബൈനിയത്തുന ലവലി ബഅദ ഹിർസിക തബീനിയാണ്. അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല, പറഞ്ഞവരാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹാല കൗനിഹി, എന്തായ നിലയിൽ, ഖാലിസൻ മിനശ്ശിർക്കീന്. എടാ, മുഖ്ലിസൻ എന്നുണ്ട് എടാ, റിവായത്തുൽ കർമാനി മുഖ്ലിസൻ എന്നാണ്. മിൻ ഖൽബിഹി ഔ നഫ്സിഹി ശക്കും മിനർ റാവി എന്ന്. എടാ, അപ്പൊ ഇവിടെ വഖദിയ ബിൻ നുത്ഖി ബിഅദൽ ജുസൈൻ മിൻ കലിമത്തി ഷഹാദത്തി ലിഅന്നഹു സാറ ശിആറൻ ലിമജ്മൂഇഹിമ. ഷഹാദത്ത് ഇവ രണ്ടിന്റെ മജ്മൂആണ് എന്ത്, ഷഹാദത്തിന്റെ ഷിആറ്. അപ്പൊ പയ്യൻ ഖുൽതാൻ ഇഖ്ലാസു മഹല്ലുഹു അൽ ഖൽബു ആണല്ലോ. ഫമാ ഫായിദത്തു ഖൗലി മിൻ ഖൽബി എന്ന് എന്തിനാ പറഞ്ഞേ? ഉജ്ജിയ ബിഅന്നൽ ഇത്യാന ബിൽ തഅക്കീദി എന്ന്. കണ്ടാ, വലോ സദഖ ബിഖൽബി വലം യതലഫദ് ദഖല ഫി ഹാദൽ ഹുക്മി, അതും വരാൻ വേണ്ടിയിട്ട്. കണ്ടാ, ഖൽബിൽ നിന്ന് സിദ്ഖായ നിലയിൽ പറഞ്ഞു, അല്ല ഖൽബിൽ നിന്ന് സിദ്ഖായ നിലയിൽ ഉണ്ടായി, പറഞ്ഞില്ലെങ്കിലും ഈ പറഞ്ഞതിന്റെ ബൗണ്ടറിയിൽ അയാൾ വന്നു എന്ന്. പക്ഷെ നമ്മൾ പറയില്ല, ദുഖൂലൊന്നും നമ്മൾ പറയില്ല. അത് പിന്നെ ഞാൻ എന്നല്ലേ. ഏതാ, അപ്പൊ അസ്അദുന്നാസി എന്ന് പറഞ്ഞല്ലോ. അഫലത്തഫദീല അലാ ബാബിഹി നിർത്തണമോ? ഷഹാദത്ത് കൊണ്ട് മൊഴിയാത്തവരും ഖൽബില്ലാതെ
ലിസാൻ കൊണ്ട് മൊഴിഞ്ഞവരും സഈദാകേണ്ടി വന്നില്ലേ? എടാ അസ്അദുന്നാസി അവരാണ്. ആ ബാക്കിയുള്ളവരോ സഈദാണെന്ന് ഇട്ടുന്നില്ലേ? തിരിഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വന്നു? അസ്അദിനാല വൈരി ബാബി നിർത്തേണ്ടി വന്നു. എടാ أجيب بأن أفعل هنا ليست على بابها بل بمعنى سعيد الناس എന്നതാണ്. അല്ലെങ്കിൽ പിന്നെ അസ്അദ് കൊണ്ട് ഉദ്ദേശം ഇഖ്ലാസിന്റെ മർത്തബയിൽ അസ്അദ് കൊണ്ട് സഈദ് കൊണ്ട് എന്ന് വെക്കണം. അപ്പോൾ മുഅ്മിനീങ്ങൾ മാത്രമേ വരുള്ളൂ. പിന്നെ അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലദീ യഅതി ഇൻഷാഅല്ലാഹു തആല ഫി സിഫത്തിൽ ജന്നത്തി വൻ നാരി മിൻ കിതാബിൽ ഖാഫ്. ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വായിച്ചില്ലത്. ബാബുൻ കൈഫ യുഖ്ബദുൽ ഇൽമു. ഇൽമ എങ്ങനെ പിടിക്കപ്പെടും, ഇൽമിനെ ഉയർത്തപ്പെടുന്നത് എങ്ങനെ എന്ന്. കണ്ടാ, ഇൽമിനെ ഉയർത്തപ്പെടുന്നത് എങ്ങനെ? ആലിമീങ്ങൾ മരിക്കലുണ്ട്, ഇൽമ ഉയർത്തപ്പെടും. فكتب عمر بن عبد العزيز അമീറായിരിക്കവേ അവരെഴുതി ഇലാ അബീ ബക്കർ ബിൻ ഹസ്മിൻ തങ്ങളിലേക്ക് എഴുതി. എന്തെന്നാണ് എഴുതിയത്? ഉൻദുർ മാ കാന മിൻ ഹദീസ് റസൂലില്ലാഹ്. അബൂബക്കർ ബിൻ ഹസ്മ് തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ എവിടെങ്കിലും ഉണ്ടോ? നിങ്ങളൊന്ന് നോക്കീൻ. ഫക്തുബു, അതിനെ എഴുതി വെക്കീൻ. അണ്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ എഴുതിയാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് വല്ലയിടത്തും കിട്ടുമെന്ന് നോക്കാം. എഴുതി വെച്ചോളി. ഇപ്പൊ ഇന്നീ ഖിഫ്തു, ഞാൻ പേടിക്കുന്നുണ്ട്. ദുറൂസൽ ഇൽമി വദഹാബൽ ഉലമായി, പണ്ഡിതന്മാർ ഇവിടുന്ന് പൊയ്ക്കളയുമെന്നും എല്ലു തേജുമാഞ്ഞു പോകുമെന്നും ഞാൻ പേടിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ, ബാക്കിയുള്ള പണ്ഡിതന്മാർ പറഞ്ഞാൽ അവർ കേൾക്കുകയുമില്ല. റസൂലുള്ളാഹിന്റെ ഹദീസാണെങ്കിൽ അവർ കേൾക്കും. ലാ തുഖ്ബലു ഇല്ലാ ഹദീസൻ ലാ തഖ്ബൽ, അങ്ങനല്ലേ? നിങ്ങൾ സ്വീകരിക്കരുത് ഇല്ല ഹദീസൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർത്തമാനമല്ലാതെ. എന്നിട്ട് വൽ തുഫ്ശൂ, നിങ്ങൾ ഫാശിയാക്കണേ. അൽഇൽമ, ഇൽമിനെ നിങ്ങൾ എത്രത്തോളം വ്യാപകമാക്കാൻ പറ്റുമോ അത് നിങ്ങൾ വ്യാപകമാക്കണേ. നിങ്ങൾക്ക് കിട്ടുന്ന സമയം പാഴാക്കല്ല. വൽ തജ്ലിസൂ, നിങ്ങൾ പോയിരിക്കണേ. ഹത്താ യുഅല്ലമ മൻ ലാ യഅലമു, അറിയാത്തവർ നിങ്ങളിൽ നിന്നും പഠിക്കപ്പെടട്ടെ. കണ്ടാ, നമ്മൾ അറിവുള്ളവരോടെ പോയി എവിടെ വന്ന ഇൽമ പോവില്ല, ഇൽമ പറഞ്ഞു കൊടുക്കാൻ നടക്കണം. അതിനെ പോലെ നമ്മള് നല്ല നമ്മൾ പറയുന്നത് പോലില്ല. തജ്ലിസൂ, നിങ്ങൾ ഇരിക്കണേ. യുഅല്ലമ മൻ ലാ യഅലമു ഫഇന്നൽ ഇൽമ ലാ യഗ്ലികൂ, ഇൽമ നശിക്കുന്നില്ല. യകൂന സിർറാ, ആ ഇൽമ പിന്നെ വീട്ടിലായി പോയാൽ അത് നശിച്ചു പോകുന്നതാർ. സിറൻ എന്ന് പറഞ്ഞാൽ വീട്ടിലായി പോയി പഠിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഇൽമ വീട്ടിലായ ഇൽമിന്റെ സാഹിബ് വീട്ടിൽ കുത്തിയിരിക്കാണ്, പഠിപ്പിക്കാൻ പോകുന്നില്ല. എന്നാ ഇൽമ നശിച്ചില്ലേ? എന്താ പിന്നെ ഇൽമുണ്ടാവോ? ഇൽമുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? താലീമ് വേണം. അതിന് മദ്രസകളിലെട്ടണം, കോളേജുകളിലെട്ടണം, അതിനുവേണ്ടി സഹായിക്കണം, കോളേജിന് വേണ്ടി പിരിവെടുത്തണം. അല്ല എവിടെയെങ്കിലും കുത്തിയിരുന്നാലോ? പഠിച്ച ഇൽമുകൊണ്ട് സ്ഥലത്ത് പഠിച്ചോണ്ട് വീട്ടിൽ പോയി കുത്തിയിരുന്നാലോ? അവിടെ കുത്തിയിരിക്കാന്നേ ഉള്ളൂ. അണ്ണാ തിരിഞ്ഞോ? അബീ ബക്കർ ബിൻ ഹസ്ം റളിയല്ലാഹു അൻഹു ഉന്നുർമാക്കാൻ ഐ ഇജ്മഇല്ലദീ തജിദുഹു എന്നതിനർത്ഥം എത്തിക്കുന്നതൊക്കെ ഒരുമിച്ച് കൂട്ടി വെക്കീൻ. മിൻ ഹദീസി റസൂലില്ലാഹ്,
ഫക്തുബുഹു, അതിനെ എഴുതി ക്ലിയറാക്കണം. ഫഇന്നി ഖിഫ്തു ദുറൂസൽ ഇൽം വദഹാബൽ ഉലമാ. എഴുതിയാലോ മൻ കതബ ഖറ, അതവിടെ ഉണ്ടാവും. എന്താ അല്ലെ പിന്നെ അതിനപ്പുറമുള്ള കൽബാണ്. അതിനപ്പുറമുള്ള കൽബിന്റെ ഉടമകളായ കൊള്ളാം. അതുപോലെ പരിശോധന ചെയ്യും. ആ ഇൽമിന്റെ കൽബിന്റെ ഉടമയും മരിച്ച പിന്നെ ഇൽമുണ്ടോ? അതുകൊണ്ട് ഇൽമിന്റെ കാര്യം വളരെ ഗൗരവമാണ്. അബ്ദുല്ലാഹി അദ്ദാ തങ്ങൾ കണ്ടില്ലേ, വയസ്സ് കണ്ണ് കാണാൻ വയ്യാന്നിട്ട് ഇൽമടിക്കാൻ പറ്റും. പഠിച്ചങ്ങ് എത്രങ്ങാനും പഠിച്ചു. യമനിലെ ഒരു ബുക്ക് സ്റ്റാൾ വരെ, ഒരു ലൈബ്രറി തന്നെ കത്തി നശിച്ചു പോയി. ഏക്കർ കണക്കിനുള്ള ലൈബ്രറി, ഒരു സെന്റിലെന്നല്ല, ഏക്കറുകളോളം ഉള്ള ലൈബ്രറി. ആ ലൈബ്രറിയിൽ കിതാബ് എടുക്കുന്നത് ഏണി വെച്ചിട്ട്, ഓരോ കിതാബിന് ആവശ്യമുണ്ടെങ്കിൽ ഫിഖഹിന്റെ കിതാബുകളുണ്ടെങ്കിൽ ഏണി വെച്ചിട്ട്, അത്തരത്തോളം ഏക്കറുകളോളം ഉള്ള ലൈബ്രറിയുള്ള ആ ഒരു ലൈബ്രറി തീർത്തു. ആലിമീങ്ങളെല്ലാം അല്ലാഹ് ഖിയാമത്ത് എല്ലാവരും പേടിച്ച് വിറച്ചു. ഖിയാമത്ത് സംഭവിച്ചോ? എന്താണ് ഈ കാണുന്നത്? എല്ലാ ആലിമീങ്ങളും വാവിട്ട് കരയാൻ തുടങ്ങി. അബ്ദുല്ലാഹി അദ്ദാദ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഒരെഴുത്തുകാരനെ കൊണ്ടുവരി. ആ ഏക്കറുകളോളം ലൈബ്രറിയിലുള്ള ആ കിതാബുകളെല്ലാം എന്റെ കൽബിൽ. എന്തൊരു കൽബിന്റെ ഉടമ! നമുക്കൊരു പേജ് പോട്ടെ, ഒരു സൂറത്ത് നല്ലോണം കാണാതെ തോന്നാൻ നമ്മളെ കൊണ്ട് കിട്ടുന്നില്ല. കിട്ടുമോ? ഇന്നലെ ഞാൻ വന്നു പോയപ്പോ തെറ്റി ഇല്ലയോ? ഇച്ചിരി പരിഷ്കരിച്ച് ഓതിട്ടോ അല്ലയോ? കോളേജിലേക്ക് തോന്നുന്നു, അതുകൊണ്ട് ഇച്ചിരി പരിഷ്കരിച്ചൊക്കെ ഓതിയോ. കൊണ്ടുവരി, എഴുത്തുകാരനെ കൊണ്ടുവരും, ഞാൻ എല്ലാം പറഞ്ഞോളാം. അവന് വീണ്ടും എഴുതിച്ചു. ആരാ അബ്ദുല്ലാഹി അദ്ദാദ്? ശരിയാളാ, നമുക്ക് അദ്ദാ തോന്നുന്നതിന് മടിയാ. അവരുണ്ടാക്കിയ അദ്ദാദ് നമുക്ക് ഓതാൻ എന്തൊരു മടിയാ. അതുകൊണ്ട് ഞാൻ പേടിക്കുന്നുണ്ട്. നിങ്ങൾ കിട്ടുന്ന സമയം പാഴാക്കല്ല, നിങ്ങൾ ഇരുന്നു കൊടുക്കുക. ജനങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിക്കട്ടെ. നിങ്ങൾ വലിയ ആളാമെന്ന് കറങ്ങിടക്കല്ല. വല്യജ്ലിസു, അവരിരുന്നു കൊള്ളട്ടെ. അല്ലെങ്കിൽ വൽ തഫ്സു, നിങ്ങൾ പരത്തിക്കൊള്ളി. വൽ തജ്ലിസു, നിങ്ങൾ ഇരുന്നു കൊടുക്കീൻ. ഹത്താ യുഅല്ലമ, പഠിക്കപ്പെടട്ടെ. മൻ ലാ യഅലം, അറിയാത്തവർ പഠിച്ചുകൊണ്ടുപോട്ടെ. നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കാത്തിരുന്നാലും പിള്ളേരില്ല. ഇവര് മാലിക്ക തങ്ങളുടെ അവസ്ഥ ഇപ്പൊ നമുക്കുള്ളത്. വരി ഞാൻ പറഞ്ഞുതരാം. വരി വീട്ടിന്റെ വാതുക്കൽ ഇറങ്ങി നിന്നിട്ട് മുത്തരീമിന് വിളിക്കുക, വാ പറഞ്ഞുതരാം, വരി. അടിച്ചടിച്ചതാകണ്ടോ, ഇതിന്റെ പകുതി പൊട്ടി, നോക്കുമല്ലോ, പകുതി മുക്കാലും പൊട്ടി. എന്നാലും കുട്ടികൾ ഇറങ്ങി വരത്തില്ല. ഫോൺ വിളിച്ച നമ്മളെ പൈസ എല്ലാം പോവും, എന്നാലും ചാടി വരത്തില്ല. അതുകൊണ്ട് ഇൽമു പഠിക്കുന്നതിൽ അമാന്തം കാണിച്ചാൽ നിങ്ങൾ എന്ന് ശരിയാവും. മനസ്സിലായില്ലേ? ഞാൻ പേടിക്കുകയാണ്. നിങ്ങൾ ഇൽമു പരത്തീൻ. ഹത്താ യുഅല്ലമ മൻ ലാ യഅലം ബിളമ്മിൽ മുസന്നതി തഅതിയ തസ്രീവ തസ്ദീദിൽ ലാമിൽ മഫ്തുഅ. കണ്ടാ? അല്ലെങ്കിൽ ഹത്താ തുഅല്ലിമ എന്നും പറഞ്ഞവരുണ്ട്, ഹത്താ തഅലമ എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. ഏതായാലും ഫഇന്നൽ ഇൽമ ലാ യഹ്ലികു, ഇൽമു നശിക്കുകയില്ല. ഹത്താ യകൂന സിറാ, ആ ഇൽമു പറഞ്ഞു കൊടുക്കാൻ ആളില്ല. പഠിച്ച ഇൽമുമായിക്കൊണ്ട് വീട്ടിൽ കുത്തിയിരിക്കാട്. എന്നും ലീവ്, മുദരിസിന് എന്നും ലീവ്, എന്നും സിയാറത്ത്.
പിന്നെ ഇൽമോടുന്ന പഠിക്കുന്ന കുട്ടികൾ എന്നും മടവൂര് കുത്തിവെത്തി, എന്നും സിറാജ് കുത്തിവെത്തി. എന്തൊക്കെയാ? ശൈത്താൻ കൊണ്ട് നമ്മളെ കൊണ്ട് നടക്കാന്നല്ലാതെ അതിന്റെ അർത്ഥം വേറെ വല്ലതും ഉണ്ടോ? ആ സമയത്ത് വല്ല ഓതി പഠിക്കാനുള്ള സമയത്ത് മുത്താലിമീങ്ങളിലും മുദരിസമാനും ശൈത്താൻ കൂടുന്നത് അങ്ങനെ. എന്തുവാ ദർസിന്റെ സമയത്ത് സിയാറത്തിന് പോവുക, ദർസിന്റെ സമയത്ത് മൗലിദ് ഓതുക. എന്ത് ഈ മൗലിദ് ഓതലും ഈ കുത്തുബത്ത് നടത്തൽ ഇതിനേക്കാൾ അഫ്ളലാണെന്ന് മനസ്സിലാക്കി വെച്ചുപോയി. ജിത്യാദല്ലോ സാഹ പഠിച്ചാലും കൂലി കിട്ടുന്നു. ഒരു സെക്കൻഡും പാഴാക്കാതെ പഠിപ്പിക്കുക. എന്തോ ഒന്നും വരാൻ പോകുന്നില്ല. പഠിച്ചിൽമ പഠിപ്പിച്ചു കൊടുക്കാൻ ആക്കുന്നത് എന്തിപ്പോ നഷ്ടം വരാൻ പോകുന്നു? എന്ത് നഷ്ടം വരും? ഒരു നഷ്ടവും വരും. ദുനിയാ വിട്ടത്തിന് ഇഷ്ടംപോലെ വരും. ദുനിയാ വേണ്ട തന്നെ ഇങ്ങോട്ട് വരും. അത് താന്ത എപ്പോഴും കൊണ്ടുവന്നാണ്. നമ്മളിതിനാ ചേർന്നത്. ദുനിയാ നമുക്ക് വേണ്ട, ഇങ്ങോട്ട് വരിക. ദുനിയാവേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയാലോ, ദുനിയാവ് അങ്ങോട്ട് പോകും. വാളിയാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകുമ്പോൾ ഈ ദുനിയാവ് വേണ്ട. എന്തിനാ ദുനിയാവ്? ആവശ്യങ്ങൾ നടക്കാം, അത് നടക്കുന്നില്ല. പോകും. എന്തോ ബാങ്കിൽ അക്കൗണ്ട് ഇട്ടണോ? അതൊന്നും വേണ്ട. ഇതിനാ വെറുതെ ബാങ്കുകാർ വരച്ചു കൊടുക്കുന്നതിനാ അക്കൗണ്ട് അതിനകത്തിട്ടിട്ട് ആവശ്യത്തിന് പൈസ ആൾക്കാരോട് തരും. നമുക്ക് അസ്മ വേണം. ഇതാ അസം തപ്പത്തവക്കല്ലോ, അല്ലാതെ അതിന്റെ പിന്നാലെ പോകും. അതുപോലെ ഞാൻ മറ്റന്നാൾ അച്ഛന് പോകുന്നുണ്ട്. ഇപ്പൊ ഉസ്താദിന് ഇതൊക്കെ മുടക്കണം, അച്ഛന് പോകുന്ന പറഞ്ഞാൽ വെള്ളം ഉണ്ടാക്കളയല്ലോ. ഞാനതിന് എന്റെ സമയം കൂടെ ഉള്ള സമയം പണം എടുക്കുന്നുണ്ട്. ആരും കാണാൻ പോകത്തില്ല. അതിനോട് മനസ്സിലായേ? അതുകൊണ്ട് പഠിപ്പിച്ചോളീൻ. ഹത്തായക്കൂന സിർറോ, അത് ഖഫിയായി കഴിഞ്ഞാൽ പിന്നെന്താവും? പിന്നെ വീട്ടിലായിപ്പോയി ഇൽമ്. പിന്നെ ഇൽമ അവിടെ തടയപ്പെട്ടു പോയി. ബിഖിലാഫി നശ്രിഹാ, അണ്ടാ വീട്ടിൽ ഇൽമി നശ്ർ ചെയ്യാൻ പറ്റും. വീട്ടിൽ വഴക്കല്ലേ, ബഹളല്ലേ, അത് വേണം ഇത് വേണം മറ്റേത് വേണം, അവിടെ പോണം ആശുപത്രി പോണം, ഇവിടെ പോണം ആശുപത്രി പോണം, മറ്റേത് വേണം. ഓ മാഷാ അല്ലാഹ്, ഇതൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചാലോ എല്ലാം നടക്കുകയും ചെയ്യും അവിടെ. ഇതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചാലോ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നടന്നു. ഞാനെങ്ങനെ എന്താ ഞാൻ എന്ത് വിഷയം വന്നാലും രാവിലെ അവിടെ ചാടിച്ചു വരും. ഇൽമിൽ നിന്നും ഒരല്പം നിനക്ക് ഇൽമ തരണമെങ്കിൽ നിന്റെ മുഴുക്കയും നീ ഇൽമിന് കൊടുക്കണം. ഇത് കല്യാണം വന്നാൽ പോയി, ഉമ്മാടെ കല്യാണം, വാപ്പാടെ കല്യാണം, ഉമ്മാടെ പെങ്ങളടുത്ത് കല്യാണം, പാല് വെച്ച് വന്നാൽ അങ്ങോട്ട് അടി, നേർച്ച വന്നാൽ ഇങ്ങോട്ടേ അടി, പിന്നെ പഴയ ഈ സബക്ക്. ഇന്ന് ഈ മുഖ്തസർ ചിലപ്പോൾ എത്ര ദിവസമായി? നീ വിചാരിക്കുന്ന ഈ സബക്ക് കാണാൻ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവുമെന്ന്. നീ ഇന്നലെ മുഖ്തസർ രചിച്ചല്ലോ, എവിടെ പോയിരുന്നു? ഇപ്പൊ ഇതിനകത്ത് തന്നെ കേട്ട് ആൾക്കാരെന്ത് ചെയ്യും? ഹത്തായകൂന സിർറൻ വബിസ്സനദിൽ മുത്തസിൽ ഇലൽ മുഅല്ലിഫി أنه قال حدثنا إسماعيل بن أبي ويس قال حدثني مالك عن هشام بن عروة عن أبي عبد الله بن عمرو بن العاص أنه قال سمعت رسول الله صلى الله عليه وسلم തങ്ങളെ ഞാൻ കേട്ടു യഖൂൽ പറയുന്നതായ ഹാലിൽ, അതും ഹജ്ജത്തുൽ വദാഇലാണ് പറയുന്നത്. അങ്ങനെയാണ് അഹ്മദ് ഇമാമും തബറാനി ഇമാമും റിപ്പോർട്ട് ചെയ്തതും. ഇന്നല്ലാഹ ലാ യഖ്ബദുൽ ഇൽമ, അല്ലാഹു ഇൽമിനെ ജനങ്ങളുടെ ഇടയിൽ നിന്നും പിടിക്കുന്നതല്ല. ഇന്തിസാഅൻ യന്തസിഉഹു, ഒരു വലിച്ചൂരുന്നതല്ല. മിനൽ ഇബാദ്, ദാസന്മാരിൽ നിന്നും. വലാകിൻ യഖ്ബദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, പണ്ഡിതന്മാര് മരിക്കൽ കൊണ്ട് ഇൽമ മരിക്കുകയാണ്. എത്ര ആലിമീങ്ങൾ മരിച്ചുപോയി, ബഹറുൽ ഉലൂം മരിച്ചുപോയി. ഇപ്പൊ ഇനി ആ ഇൽമുണ്ടോ?
വമൗത്തി ഹമലത്തിഹി, ഇൽമിന്റെ വാഹകർ മരിക്കലാണ്. കണ്ടാ, വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. കണ്ടാ, ലാ യഖ്ബിദുൽ ഇൽമ എന്ന് പറഞ്ഞിട്ട് പിന്നെ വലാകിൻ യഖ്ബിദുഹു എന്ന് പറഞ്ഞാൽ മതി. അവിടെയും യഖ്ബിദുൽ ഇൽമ എന്ന് ദാഹിറാക്കി പറഞ്ഞത് അതിന്റെ അളമത്തിനെ വണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടാ, അല്ലെങ്കിൽ ലമീർ പറഞ്ഞാൽ മതിയായിരുന്നു. ലിസിയാദത്തി തഅ്ലീമിൽ മുദ്ഹർ. കണ്ടാ, ഖുൽ ഹുവ അല്ലാഹു അഹദ് ഹുവസ് സമദ് എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാഹു സമദ് എന്ന് പറയണം. ഹുവസ് സമദ് എന്ന് പറഞ്ഞാൽ പറയാം. ഖുൽ ഹുവ അല്ലാഹു അഹദ് ഹുവസ് സമദ് എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാഹു സമദ് എന്തിനാ? അത് അല്ലാഹു തആലയുടെ അളമത്തിന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് ലമീർ പറയേണ്ടടുത്ത് ലാഹിറിനെ കൊണ്ടുപോകും. ولكن يقبض العلم بقبض العلماء حتى إذا لم يبقى يبقي الله ബാക്കിയാക്കുന്നില്ല ആലിമൻ, ഈ ലോകത്തൊരൊറ്റ ആലിമിനെയും ബാക്കിയാക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇത്തഖദന്നാസു ജനങ്ങളാക്കുന്നതാണ് റൂസൻ നേതാക്കന്മാരാക്കും. ആരെ? ജുഹാരൻ ജാഹിലീങ്ങളെ പിടിച്ച് നേതാക്കന്മാരാക്കും. റൂസൻ ജുഹാരൻ ജാഹിലീങ്ങളായ നേതാക്കന്മാരെ ജനങ്ങളാക്കും. കണ്ടാ, എന്താക്കും? നേതാക്കന്മാരാക്കുന്നു, വലമാക്കന്മാരാക്കുന്നു. ഫസുയിലു, അവരോട് ചോദിക്കപ്പെടും. ഫാഫ്തവു, അവർ ഫത്വ കൊടുക്കും. ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ ഫത്വ കൊടുക്കും. ഫളല്ലു, അവർ തന്നെ പിഴച്ചുപോയി. വാദല്ലു, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്തു. ഖാലൽ ഫിർബരിയു ഹദ്ദസനാ അബ്ബാസ് ഖാല ഹദ്ദസനാ ഖുതൈബത്ത് ഹദ്ദസനാ ജരീർ അൻ ഹിശാം നഹ്വഹു. ഇനി വനിതാ ക്ലാസ്, നേരത്തെ പറഞ്ഞ വനിതാ ക്ലാസ്, ഇനി വനിതാ ക്ലാസ്സിന് വേണ്ടി പ്രത്യേക ഒരു ദിവസം നിശ്ചയിക്കാൻ പറ്റുമോ? യൗമുൻ അലാഹിദ, അതാണ് പാപം. കേട്ടാ, സ്വദഖ റസൂലുള്ളാഹ്. നീ എന്തായാലും ചേട്ടൻ എത്ര ദിവസം